താമസിക്കുന്നത് നാട്ടിലാകട്ടെ പുറത്താകട്ടെ എവിടെ തന്നെ ആയാലും പച്ചപ്പിനെ കൈവിടില്ലെന്ന് ഉറപ്പിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരിലൊരാളാണ് പ്രവാസിയായ മൊയ്തുണ്ണി. എല്ലാ അർത്ഥത്തിലും പ്രവാസ ലോകത്തെ ഒരു ജൈവ മനുഷ്യൻ. താൻ രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ വിഭവങ്ങളൊക്കെയും മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണെന്നും മൊയ്തുണ്ണി ഉറപ്പിക്കുന്നു. എൻ്റെ പേര് മൊയ്തുണ്ണി, സ്ഥലം വെളിയങ്കോട്. ദുബായിൽ വന്നിട്ട് ഒരു 44 വർഷമാവുന്നു. ഭാര്യ ബീബാത്തുകുട്ടി, സ്ഥലം കോടത്തൂരാണ്. ഒരു 75 തന്നെ അത്യാവശ്യം കൃഷി സാധനമൊക്കെ ഇട്ട് വന്നതാണ്. 78 കല്യാണം കഴിച്ച് അന്ന് തൊട്ടൊരു ഫ്ലാറ്റ് എടുത്തു. അതിൽ തന്നെ ചെറിയ കൃഷിയൊക്കെ തുടങ്ങി. അപ്പോൾ അതിൽ തന്നെ ആളാണ് അതിന് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്, ഭാര്യയാണ്. പോകുന്നിടത്തെല്ലാം നന്മയുടെ ഹരിതാപം നിറയ്ക്കുകയാണ് ഈ പ്രവാസി. അദ്ദേഹത്തിൻ്റെ ദുബൈയിലെ വില്ലയിലെ കൃഷിക്കാഴ്ചകളാണിത്. ഭാര്യയും മക്കളും മുതൽ ഈ പേരക്കുട്ടി വരെ കാർഷിക രംഗത്ത് പിന്തുണയുമായുണ്ട്. കർഷകൻ്റെ മകനായിട്ടാണ് ജനിക്കുന്നത്. ഒരു 8-10 വയസ്സാകുമ്പോൾ തന്നെ ഈ കൃഷിയുടെ ഗുണങ്ങളെപ്പറ്റി തൊട്ടറിവ് കിട്ടിത്തുടങ്ങി. അപ്പോൾ അത് മനസ്സിൽ ഒരു ചാൻസ് കിട്ടുമ്പോൾ എവിടെയും തുടങ്ങുമല്ലോ. അങ്ങനെ ആണ് അതിൻ്റെ ഉത്ഭവം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് സത്യത്തിൽ നമ്മളെ രോഗിയാക്കുന്നത്. അപ്പോൾ അത് രോഗവിമുക്താക്കണമെങ്കിൽ വിഷലിപ്തല്ലാത്തതും പെസ്റ്റിസൈഡ്സ് ഒന്നും കൂടുതൽ അടിക്കാത്തുള്ള ഭക്ഷണം കിട്ടണമെങ്കിൽ സ്വന്തം തന്നെ എന്തെങ്കിലും ചെയ്യുക, അതൊരു മാതൃക ആക്കുക, അത് ആ ഒരു സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കുക. ഈ രോഗങ്ങളെ കാശ് കൊടുത്ത് മേടിക്കുക, ചോദിച്ച് മേടിക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും അടുത്ത തലമുറയെങ്കിലും രക്ഷപ്പെടുത്തുന്ന ഉള്ള ഉദ്ദേശത്തോടുകൂടി രാവും പകലും കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങനെയൊക്കെ എത്തുന്നത്. ഇതിലിത് രാസല്യമെന്ന് കൊടുന്ന ചുമന്ന മണ്ണാണ് ഇവിടെ ഉള്ളത്. ഇതിൽ പോട്ടിംഗ് സോയിൽ, പിന്നെ ഈ നീം ട്രീ ഉണ്ടല്ലോ, കഴിക്കുന്ന വേപ്പ്, അതിൻ്റെ ഇല പൊടിച്ചത്, പിന്നെ ഈ വേപ്പ് പിണ്ണാക്ക്, ഇങ്ങനെ സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുക. കപ്പുകളിലാണ്, വെറും പോട്ടിംഗ് സോയിലാണ് വിത്ത് നമ്മൾ മുളപ്പിക്കുന്നത്. ഒരു 15 ദിവസം വിത്ത് മുളപ്പിക്കുന്നതോടുകൂടിയിട്ട് നമുക്കിതിൽ കൊടുന്ന് റീപ്ലാന്റ് ചെയ്യേണ്ട സമയമാവും. അതിനപ്പോൾ പലരും സഹായിക്കാനെത്തും. മെയിനായിട്ട് ഈ പ്രാവശ്യം ഈ വയലും വീടിൻ്റെ കർമ്മസേന ഉണ്ട്. അത് ജോലിക്കാരും എൻജിനീയേഴ്സും ഡോക്ടേഴ്സും കച്ചവടക്കാരും ഒക്കെ വരാറുണ്ട്. അവരുടെ മേൽനോട്ടത്തിലും അവരെ സാന്നിധ്യത്തിലും അവരൊക്കെ തന്നെയാണ് ഇത്രയും ഒക്കെ ആക്കി തീർത്തത് ഈ പ്രാവശ്യം. UAE-യിലെ കൃഷിക്കാരുടെ കൂട്ടായ്മയായ വയലും വീടും പ്രവർത്തകർ പിന്തുണയ്ക്കുക മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ വിളയുന്ന വിളവുകൾ ഏറ്റെടുക്കാറുമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 30-35 ഇനം ഇവിടുന്ന് കിട്ടാനുണ്ട്. അപ്പോൾ പടവലം, വെള്ളരി, കുമ്പളം, വേപ്പല, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ ഇവിടെ ഇല്ലാത്തത് എന്താണോ അത് മറ്റുള്ളവരുടെ അടുത്തുനിന്ന്. അങ്ങനെ നമ്മളെല്ലാവരുടെ അടുത്തുനിന്നും എന്ന് വെച്ചാൽ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷമില്ലാത്ത സാധനങ്ങൾ ആളുകൾക്ക് ആവശ്യം കൂടുതലും അതിൻ്റെ സാധനങ്ങൾ ലഭ്യത കുറവുമാണ്. അപ്പോൾ നമ്മൾ പരമാവധി അത് ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരിക, അവരെ പ്രൊമോട്ട് ചെയ്തിട്ട് കൃഷി അവരെ കൊണ്ട് ചെയ്യിച്ച് അവരുടെ ഉൽപ്പന്നങ്ങൾ അത് നശിച്ചു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതിന് നമ്മളൊരു വിപണന സംവിധാനം ഉണ്ടാക്കിയതാണ് വയലും വീടും വഴിയുള്ള ഈ വെജ് വില്ലേജ്. അത് ബ്രാൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ ഇതേ കണ്ടില്ലേ, കുമ്പളം, അത് വെള്ളരി, ചീര, കൈപ്പക്ക, പയർവർഗ്ഗങ്ങൾ, പിന്നെ വാട്ടർമിലൻ, ചുരക്ക ഉണ്ട്. ഇത് കണ്ടു നിൽക്കുന്നുണ്ടല്ലേ, അതുണ്ട്. ഞാവൽ, കോവക്ക, മിക്കവാറും വെജിറ്റബിൾ ഐറ്റംസ് എന്തൊക്കെ നമുക്ക് പറ്റുന്ന പാഷൻ ഫ്രൂട്ടുകളൊക്കെ ഉണ്ട്. കൃഷി മൊയ്തുണ്ണിക്ക് കച്ചവടമേ അല്ല. വിളവുകളെല്ലാം സമ്മാനമായി മറ്റുള്ളവർക്ക് നൽകി സ്നേഹം സ്വന്തമാക്കാറാണ് പതിവ്. വീടിൻ്റെ ആൾക്കാരുണ്ട്, അവർ വരും, അവർക്കൊക്കെ കൊടുക്കും. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, പിന്നെ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. വേഴം വെള്ളിയൊക്കെ ആയിട്ട് അവർക്കും പൊട്ടിച്ച് കൊടുക്കും. നാട്ടിലും ഗൾഫിലും മാത്രമല്ല
ഓസ്ട്രേലിയയിലും ഇദ്ദേഹം നന്മയുടെ വിത്തുകൾ പാകിയിട്ടുണ്ട്. ഞങ്ങളുടെ 2 മക്കൾ പുറത്താണ്. ഒരാൾ ഏറ്റവും കിഴക്ക് ഓസ്ട്രേലിയയിലും ഒരാൾ ഏറ്റവും പടിഞ്ഞാറ് ലണ്ടനിലുമാണ്. അപ്പോൾ എപ്പോഴും അവരൊക്കെ ഇവിടെ വരുമ്പോൾ ഞങ്ങളാണ്ട് പോകുമ്പോൾ ഞങ്ങളാകെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നല്ല നല്ല വിത്തുകളുള്ളൂ. അപ്പോൾ ഇവിടെ വളരുന്ന ഇപ്പോൾ തക്കാളി അവിടെ ഉണ്ട്. ആ തക്കാളി ഒരു 15 വെറൈറ്റി ഉണ്ട്. ദുബൈയിലെ വില്ലക്കരികിൽ അപൂർവ നെൽവിത്തുകളും പാകിയിട്ടുണ്ട്. കൃഷിയും വിളവെടുപ്പും മൊയ്തുണ്ണിക്ക് വിനോദവും സന്തോഷവും മാത്രമല്ല, ഒരു പ്രാർത്ഥന കൂടിയാണ്.